30 ദിവസം കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം, ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ ലേൺ ചെയ്യാം എന്ന ക്ലാസ്സുകളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നെക്സ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ബി എന്താണെന്നായിരുന്നു, ബി ഏത് ഫോംസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ വേർബിന്റെ ക്ലാസ് ഒരാൾ ചോദിച്ചിരുന്നു, വേർബ് അറിയത്തില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേർബ് എന്താണ്, എങ്ങനെയാണ് വേർബ് എന്ന് നോക്കാം. വേർബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് വേർബ് എന്ന് പറയുന്നത്, അല്ലേ? അത് മാത്രമല്ല, ആ അവസ്ഥയ്ക്കും നമ്മൾ വേർബ് എന്ന് പറയും. കാരണം ഈസാമാറൊക്കെ ഒരവസ്ഥയാണ്, അതിനും നമ്മൾ വേർബ് എന്ന് പറയും. വേർബ് എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി. മാത്രമല്ല അവസ്ഥയ്ക്കും, ചില അവസ്ഥകളും വേർബ് ആണ്. ക്ലിയർ? വേർബ് എന്താണെന്ന് മനസ്സിലായല്ലോ. വേർബ് എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയുമാണ്, എന്തെങ്കിലും അവസ്ഥയുമാണ്. അതാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് വേർബ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറയൂ വേർബിന്. നിങ്ങൾ ഇങ്ങനെ പറയും, റൺ, ജംപ്, റീഡ് എന്ന് പറയും. ഞാൻ നമ്മുടെ ഈ സീരീസിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. വേർബ് എന്താണ്? ഒരിക്കലും തന്നെ നിൽക്കില്ല. വേർബിന്റെ കൂടി എപ്പോഴും എന്തുണ്ട്? ടു ഉണ്ട്, മറന്നു പോകല്ല്. ടു റൺ, ടു ജംപ്, ടു റീഡ്, ടു റെയിൻ. റെയിൻ ഒരു വേർബാണോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, റെയിൻ ഒരു വേർബാണ്. അപ്പോൾ വേർബ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വേണം, വേർബിനൊരു എക്സാമ്പിൾ പറയൂ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ടു ചേർത്തിട്ട് വേണം വേർബ് ഏതാണെന്ന് പറയാൻ. അതിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി വേർബ് ഇംഗ്ലീഷ് സെന്റൻസുകളിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്? നമ്മുടെ സെന്റൻസ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണോ, ഇപ്പോഴത്തെക്കുറിച്ചാണോ, ഏത് അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേർബ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ വേർബിന് ഏത് കാലങ്ങളുണ്ട്? പ്രസന്റ് ഉണ്ട്, അല്ലെ? പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നടക്കുന്നത്. ഇനി വേർബിന് എന്തുണ്ട്? പാസ്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. ക്ലിയർ? വേർബ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. പിന്നെ വേർബിന് എന്തുണ്ട്? ഒരു ബേസ് ഫോമും കൂടെ വേർബിന് ഉണ്ട്. അപ്പോൾ വേർബിന് ബേസ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. ഇത് ടു ഇൻഫിനിറ്റീവ്. ഇതാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൺ എന്ന് പറയുന്ന ഒരൊറ്റ വേർബ് എടുക്കുകയാണ്. അപ്പൊ ഇത് ടു റൺ എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്താണ്? വേർബ് ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ അതിനൊരു ബേസ് ഫോം, വേർബിന്റെ ഫോംസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചു. അപ്പോൾ അതിനൊരു ബേസ് ഫോം എന്താണെങ്കിലും വേണമല്ലോ. അത് ഈ ടു ഇല്ലാത്തതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. റൺ. ടു ഉള്ളത് എന്താണ്? ഇൻഫിനിറ്റീവ് ഫോം. ടു ഇല്ലാത്തത് ബേസ് ഫോം. ഇനി പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ ബേസ് ഫോം തന്നെയാണ്. അപ്പൊ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. റൺ തന്നെ എഴുതി. ഇനി പാസ്റ്റ്, കഴിഞ്ഞു പോയത്, അതെന്തായി മാറും? റാൻ എന്നായിട്ട് മാറും. ഇനി പെർഫെക്റ്റ്, റൺ എന്ന് തന്നെയാണ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? ഇത് ടു ഇൻഫിനിറ്റീവ് ആണ്. ബേസ് ഫോം എന്ന് പറയുന്നത് റൺ തന്നെയാണ്. പ്രസന്റ് ടെൻസ് റൺ ആണ്. പ്രസന്റ് ടെൻസിലെ ഫോമുകളിലൊക്കെ എല്ലാ ടെൻസിലും മാറ്റമുണ്ട്. റൺ ആണ്. പാസ്റ്റ് റാൻ ആണ്. പെർഫെക്റ്റ് റൺ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പെർഫെക്റ്റ് മാത്രമാണ് നോക്കുന്നത്. ഇവിടെയൊക്കെ ഇതിനർത്ഥമുണ്ട്. പ്രസന്റ് ടെൻസിൽ ഇതിന് ഓടുന്നു എന്നും പാസ്റ്റ് ടെൻസിൽ ഇതിന് ഓടി എന്നുമാണ് അർത്ഥം. ഓടുന്നു, റാൻ എന്ന് പറഞ്ഞാൽ ഓടി എന്നുമാണ് അർത്ഥം. ഇതിനൊക്കെ ഇവിടെ അർത്ഥമുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ടെൻസിൽ റൺ ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഇതിനൊരു അർത്ഥവും ഇല്ല. ഇപ്പൊ ഇതിനൊരു അർത്ഥമില്ല. പാസ്റ്റ് ടെൻസിൽ ഇത് തന്നെ നിന്നപ്പോൾ അർത്ഥമുണ്ട്, പ്രസന്റിൽ തന്നെ നിന്നപ്പോൾ അർത്ഥമുണ്ട്. പക്ഷെ പെർഫെക്റ്റിൽ ഇത് നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവരുടെ കൂടെ ഹാസോ
അല്ലെങ്കിൽ ഹാവോ അല്ലെങ്കിൽ ഹാഡോ ഉണ്ടാവണം. ഇതിൽ 3 പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ടെൻസിൽ ഈ റണ്ണിന് ഒരർത്ഥമുള്ളൂ. അപ്പോൾ റൺ എന്ന് പറഞ്ഞാൽ ഓടിയിട്ടുണ്ട്, ഹാവ് റൺ ഓടിയിട്ടുണ്ട്, ഹാഡ് റൺ ഓടിയിട്ടുണ്ടായിരുന്നു എന്നായി മാറും. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ്, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, വേർബിന്റെ തേർഡ് ഫോം ഒരിക്കലും തന്നെ നമുക്കൊരു സെന്റൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒന്ന് വന്നിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോ വേർബ് പഠിക്കുന്ന കൂടെ നമ്മൾ പഠിക്കേണ്ട വേറെ ഒരു കാര്യമുണ്ട്, ആഡ്വേർബ്. വേർബ്, ആഡ്വേർബ്. ഇപ്പൊ ഞാൻ എഴുതുകയാണ് ഐ റൺ എന്ന് പറഞ്ഞാല് ഞാൻ ഓടാറുണ്ട്. ഐ റൺ ക്വിക്ക്ലി, സ്പീഡിൽ. ക്വിക്ക്ലി എന്ന് എഴുതി. ഈ ക്വിക്ക്ലി എന്നുള്ളത് ഇത് ആഡ്വേർബാണ്. ഈ റൺ എന്നുള്ളത് വേർബാണ്. ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം, അപ്പൊ സബ്ജക്റ്റിന്റെ കാര്യം പ്രശ്നമില്ല. ഐ സബ്ജക്റ്റ്, റൺ വേർബ്, ക്വിക്ക്ലി ആഡ്വേർബ്. അപ്പോൾ ഇംഗ്ലീഷ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് വളരെ കൃത്യമായിട്ടും അറിയണം. ഞാൻ അഡ്വേർബ് എന്താണോ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുക. അതെന്താണെങ്കിലും നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പറ്റത്തില്ല. ഐ റൺ ക്വിക്ക്ലി ആഡ്വേർബ് ആണ്. ഇനി നമ്മളിത് എങ്ങനെ മാറ്റി എഴുതിയാലും ഐ റാൻ ഞാൻ ഓടി. എങ്ങനെ ഞാൻ ഇനി ഓടുന്നത്? ക്വിക്ക്ലി അല്ല ഞാൻ ഓടി. ഐ റാൻ സ്ലോലി ഞാൻ പതിയെ ഓടി. അപ്പോ ഐ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് ആണ്, റാൻ എന്നുള്ളത് വേർബ്, പാസ്റ്റ് ആണ്, പാസ്റ്റ് വേർബ് ആണ്, സ്ലോലി എന്നുള്ളത് ആഡ്വേർബ് ആണ്. അപ്പൊ ഒരു കാര്യം, പ്രസന്റ് ടെൻസിനെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പ്രസന്റ് ടെൻസിനെ എന്തെന്നാ പറയണത്? വേർബിന്റെ ഫസ്റ്റ് ഫോം. പാസ്റ്റ് ടെൻസ് വേർബിന്റെ സെക്കൻഡ് ഫോം. പെർഫെക്റ്റ് ടെൻസ് വേർബിന്റെ തേർഡ് ഫോം. ഇനി വേർബ് ഫോംസ് ഉണ്ട്, അത് നമ്മളവിടെ ഇപ്പൊ നോക്കുന്നില്ല. ബേസ് ഫോം തന്നെ. പ്രസന്റ് ടെൻസ് വേർബിന്റെ ഫസ്റ്റ് ഫോം, പാസ്റ്റ് ടെൻസ് സെക്കൻഡ് ഫോം, പെർഫെക്റ്റ് ടെൻസ് തേർഡ് ഫോം. അപ്പൊ നമ്മൾ ഓടി എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ഫോം വേണം, പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഐ റാൻ സ്ലോലി ഞാൻ പതിയെ ഓടി. ഇനി ഞാൻ എഴുതുന്നത് നിങ്ങൾ നോക്കൂ. ദേ ഡാൻസ്ഡ് ഹാപ്പിലി. ദേ ഡാൻസ്ഡ് ഹാപ്പിലി. ഇതിലേതാണ് വേർബ്? ഡാൻസ്ഡ്. ഇത് വേർബിന്റെ 1 ആണോ 2 ആണോ 3 ആണോ? 2 ആണ്. വേർബ് 2. 3 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്, ഡാൻസ് V1. V1 എന്ന് ഞാൻ എഴുതുന്നത് സെക്കൻഡ് ഫസ്റ്റ് ഫോം. ഡാൻസ്ഡ് V2, V3 ഡാൻസ്ഡ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കത്തില്ലേ, ഇതും ഡാൻസ് ഇടുന്നത് തന്നെയാണല്ലോ, പിന്നെന്താ ഇത് V2 ആവാത്തത് V3 ആയിക്കൂടെന്ന്? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഡാൻസ്ഡ് മൂന്നാമത്തെ ഡാൻസിന് ആരുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ? ഹാസിന്റെയും ഹാവിന്റെയോ ഹാഡിന്റെയോ ആരുടെയെങ്കിലും കൂടെയുള്ളൂ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ഏതാണ്? രണ്ടാമത്തെ ഫോമാണ്. ദേ ഡാൻസ്ഡ് ഹാപ്പിലി. ഇതാണ് വേർബ്. ഇതിനകത്തെ സബ്ജക്റ്റ് ഏതാണ്? ദേ ആണ്. ഇനി ഇതെന്താണ് സാധനം? ആഡ്വേർബ് ആണ് അല്ലെ? ആഡ്വേർബ്. കാര്യം എന്താണ്? അവർ ഡാൻസ് ചെയ്തു. എങ്ങനെ? ഹാപ്പിലി, സന്തോഷത്തോടെ. അപ്പോൾ നമ്മൾ അവരെയല്ല പറഞ്ഞത്, അവർ ഡാൻസ് ചെയ്തു. എങ്ങനെയാ അവർ ഡാൻസ് ചെയ്തത്? ഹാപ്പിലി. അതായത് വേർബ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ദേ ഡാൻസ്ഡ് ഹാപ്പിലി. ഇനി ഷീ ടു sang beautifully.
ഇപ്പോ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ സെന്റൻസ് ശരിയാണെന്നുള്ളവര് കൈപൊക്കിക്കോളൂ. തെറ്റാണെന്നുള്ളവരോ? എങ്കിൽ നിങ്ങൾ പറയൂ, ഇതിൽ തെറ്റെന്താണ്? ഷീ സിങ് സാങ് സങ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇത് വരണമെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ കൂടെ ഒരു ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടാവണം. ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ടു സാങ് എന്നല്ലേ വന്നിരിക്കുന്നത്. എന്താ തെറ്റ്? ഇത് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ആൾക്കാർ വരുത്തുന്ന ഒരു തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടു സിങ് എന്ന് മാത്രമേ നമുക്ക് പറയത്തുള്ളൂ. അതായത് ടൂവിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ നിൽക്കുള്ളൂ. ടു കഴിഞ്ഞാൽ എപ്പോഴും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സെക്കൻഡ് ഫോമോ അല്ലെങ്കിൽ തേർഡ് ഫോമോ ഒന്നും പറ്റത്തില്ല. ടു കഴിഞ്ഞാൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം. അങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? ഷീ ടു സാങ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ടു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു വേർബിൻ്റെ ഇങ്ങനെ പറയാം, ടു സിങ്, ഷീ ടു സിങ് ബ്യൂട്ടിഫുള്ളി എന്നും പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ മാറ്റിവെക്കാൻ. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ടെൻസസ് പഠിക്കണം. ടെൻസ് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ ടു എവിടെയും പറ്റത്തില്ല. ഷീ സാങ് ബ്യൂട്ടിഫുള്ളി. സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. വേർബ് ഏതാണ്? സാങ് ആണ്. ഇത് ഏത് വേർബാണ്? ഫസ്റ്റ്, സെക്കൻഡ് ആണോ? ഫസ്റ്റ് ആണോ? പാസ്റ്റ് ആണോ? തേർഡ് ആണോ? സെക്കൻഡ് ആണ്. ഇനി ഇതെന്താണ്? ആഡ്വർബ് ആണ്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അവള് പാടി. അപ്പൊ ഞാൻ ചോദിക്കുക, എങ്ങനെ അവള് പാടി? ബ്യൂട്ടിഫുള്ളി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാണ്, ഷീ സാങ് ബാഡ്ലി. അവള് മോശമായിട്ടാണ് പാടിയത്. ഷീ സാങ് ബാഡ്ലി. ഒരു വ്യക്തിക്ക് എങ്ങനെ പാടാൻ പറ്റത്തില്ലേ? അങ്ങനെയാണ് പാടിയത്. അപ്പൊ ഇത് ആഡ്വർബ് ആണ്. വേർബിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. വേർബ് ടു ഇൻഫിനിറ്റീവ് ഉണ്ട്. അതായത് ടു കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോമും മാത്രം. ബേസ് ഫോം എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഫോമാണ് ബേസ് ഫോം, ടു ഇല്ലാത്തത്. പ്രസന്റ് ടെൻസ് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ്. പാസ്റ്റ് ടെൻസ് വേർബിന്റെ സെക്കൻഡ് ഫോമാണ്. പെർഫെക്റ്റ് ടെൻസ് വേർബിന്റെ തേർഡ് ഫോമാണ്. അതിൽ ഹാസ്, ഹാവോ, ഹാഡോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഇനി ആഡ്വേർബ് എന്ന് പറയുന്നത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്നുള്ളത്. അപ്പൊ വേർബ് എന്ത് ചെയ്യുന്നു? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യണതല്ല, വേർബിനെ കാരണം നിങ്ങൾ ഓർക്കുക, ആഡ് വേർബ്. അപ്പോൾ വേർബാണ് ഇതിനകത്തുള്ളത്. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വേർബ്. അപ്പോൾ വേർബ് എന്ത് ചെയ്യുന്നു എന്ന് പറയാനുള്ളതാണ് ആഡ്വേർബ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ച് സെന്റൻസുകൾ കൊടുക്കാം. നിങ്ങൾ അതിന് യോജിക്കുന്ന ആഡ്വേർബുകൾ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വേർബിന്റെ ക്ലാസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും നമ്മുടെ ഒരു മാസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പുതിയ ഒരു മാസം നമ്മുടെ ജീവിതത്തിലോട്ട് ഇനി വരാൻ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവരും തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ്. അതൊക്കെ സന്തോഷത്തോടെ നേരിടുക. നാളെ നമുക്കൊരു നല്ല കാലം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കരുതിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.